അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ട്രേഡിങ്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എത്ര തരം ട്രേഡേഴ്സ് ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ലാസ്റ്റ് ചെറിയൊരു മിസ്സായിട്ടുണ്ട്, ചെറിയൊരു പാർട്ടി മിസ്സായിട്ടുണ്ട്. അവസാന ടൈമിൽ വോയിസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ 4 തരം ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിരുന്നു. ഒന്ന് സ്കാൽപ്പിങ്, ഒന്ന് ഇൻട്രാഡേ, അതുപോലെ തന്നെ സ്വിങ് ട്രേഡ്, പൊസിഷൻ ട്രേഡ്. ഓക്കെ, ഈ സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ട് അതൊരു 1 മിനിറ്റോ 2 മിനിറ്റോ ഹോൾഡ് ചെയ്യുന്നതിനാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുക. ആ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വിറ്റ് കളയും, ചില്ലറ എമൗണ്ട് നമുക്ക് ലാഭം കിട്ടും. അതിനാണ് സ്കാൽപ്പിംഗ് എന്ന് പറയാം. ഇൻട്രാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ട് അത് 2-3 മണിക്കൂർ, ചിലപ്പോൾ ഒരു 5 മണിക്കൂർ, ഒരു ദിവസം മാക്സിമം പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വിറ്റ് ക്യാഷ് ആക്കുന്നതാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. സ്വിങ് ട്രേഡ് എന്ന് പറഞ്ഞാൽ 2 വീക്സ് 1 വീക്കൊക്കെ ഹോൾഡ് ചെയ്യുന്നതിനാണ് സ്വിങ് ട്രേഡ് എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാഷ് ആക്കും, വിറ്റ് ക്യാഷ് ആക്കും. പിന്നുള്ളത് ലോങ് ടൈമിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു 1 ഇയർ 2 ഇയർ ഒക്കെ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവില്ല. ഫ്യൂച്ചറിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനാണ് ആ ഒരു പൊസിഷൻ ട്രേഡും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെയുള്ള ഞാൻ കാണിച്ചത് എന്തായിരുന്നു, ആ ട്രേഡിങ്ങിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ പറഞ്ഞെന്നുള്ളൂ. നമ്മൾ മെയിനായിട്ട് ഇതിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് ക്രിപ്റ്റോൻ്റെ ചെറിയൊരു ബേസ് മാത്രമേ പറയുന്നുള്ളൂ. ഡീപ്പായിട്ട് പോകണമെങ്കിൽ അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കത്തൂല. ഈ ക്രിപ്റ്റോ എന്താണെന്ന്, അതുപോലെ ബ്ലോക്ക് ചെയിൻ എന്താണെന്നൊക്കെ അതിനെ കുറിച്ചിട്ട് വേറൊരു ഇതിൽ ഞാൻ പറയാം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങിനെ കുറിച്ച് കുറച്ച് പഠിച്ച് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നമുക്ക് അതിനെക്കുറിച്ച് കണക്ട് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് പോലെ നോക്കിയിരിക്കേണ്ടി വരും, മനസ്സിലായില്ലേ? അപ്പോൾ വെറുതെ ആ വീഡിയോ നമ്മൾ കണ്ടിരിക്കണ പോലെ ആവും. അപ്പോൾ കുറച്ച് ട്രേഡിങ്ങിനെ പറ്റിയിട്ട് പഠിച്ച് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും, ആ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇറക്കാം. ഇപ്പം ക്രിപ്റ്റോ എന്താണെന്ന് ജസ്റ്റ് ഒരു ഇതിലായിട്ട് ഞാൻ പറഞ്ഞുതരാം. ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ക്രിപ്റ്റോ നമ്മൾ ഇന്ത്യൻ മണി പോലെ തന്നെ ഒരു കറൻസിയാണ്, ഡിജിറ്റൽ കറൻസിയാണ്. ഓക്കെ, ഡിജിറ്റൽ അറിയാമല്ലോ, ഓൺലൈനായിട്ട് വരുന്ന ഒരു കറൻസിയാണ്. ഓക്കെ, സോ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഗവൺമെൻറ് കാര്യങ്ങളൊന്നുമില്ല, ഡീസെൻട്രലൈസ്ഡ് ആണ്. ഓക്കെ, സോ ഇന്ത്യൻ മണിക്കൊക്കെ ഇപ്പോൾ INR കൺട്രോൾ ചെയ്യുന്നതിന് RBI ആണ്. ഓക്കെ, INR കൺട്രോൾ ചെയ്യുന്ന RBI ആണ്, എല്ലാവർക്കും അറിയാം. പല രാജ്യത്തും ഓരോ അവിടുത്തെ ക്യാഷിന് ഓരോരോ ഗവൺമെൻറ് ഉണ്ട് കൺട്രോൾ ചെയ്യാൻ. ഈ ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നതിന് കൺട്രോൾ ചെയ്യാൻ പ്രത്യേകമായിട്ടുള്ള ഗവൺമെൻറ്റോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഡീസെൻട്രലൈസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര രൂപ, നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോയിട്ട് നമുക്കൊരു ട്രാൻസാക്ഷൻ ചെയ്ത് ഒരു 5 ലക്ഷം ഒരാൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് വിളി വരും, ഇത് ആരൊക്കെയാണ്, എന്തിനാണ്, അതാണ്, അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടാവും. അതിനെ കുറേ സോഴ്സ് കുറേ കാര്യങ്ങളുണ്ട്, അറിയാമായിരിക്കും എല്ലാവർക്കും. പിന്നെ ATM നിന്ന് ക്യാഷ് എടുക്കണമെങ്കിൽ ഇത്ര ലിമിറ്റുള്ളൂ, അങ്ങനത്തെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ ബ്ലോക്ക് ചെയിൻ വഴി നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ പേയ്മെൻറ്റിൽ തന്നെ നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിൽ അയക്കാം. അതിനും ഗവൺമെൻറ്റായിട്ട് ഒരു തരത്തിലോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഗവൺമെൻറ്റായിട്ടൊരു ഇടപാടുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ചിന്തിക്കും, അപ്പോൾ ഇതൊക്കെ കൂടി ട്രേഡിങ് ഈ സാധനം ചെയ്യുന്നത് ലീഗലാണോ ഇല്ലീഗലാണോ എല്ലാവരും ചിന്തിക്കും. സോ ഞാനത് പറയുന്ന സമയത്ത് ഇവിടെ ക്രിപ്റ്റോ ട്രേഡിങ് ലീഗലാണോ ഇല്ലീഗലാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലീഗലല്ല ഇല്ലീഗലല്ല. ഓക്കെ, രണ്ടുമല്ല. അതിന് പ്രത്യേകമായിട്ട് കാര്യങ്ങളൊന്നും ഇന്ത്യൻ ഗവൺമെൻറ് ഇതുവരെ കൊടുത്തിട്ടില്ല. നമുക്ക് പല ആൾക്കാരും ക്രിപ്റ്റോ ഇന്ത്യയിൽ വെച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ട്, പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പല ആൾക്കാരും ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ അതിന് പ്രത്യേകമായിട്ട് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ അതിന് കുഴപ്പമില്ല. പിന്നെ ഈ ദുബായ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഓപ്പൺ ആയിക്കണം. ഈ ബിറ്റ് കോയിനൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്കൊക്കെ അത് ഓപ്പണായി വരും. ഓക്കെ, പല കാര്യങ്ങളും ബിറ്റ് കോയിൻ ഇതിലൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ ഫസ്റ്റ് വരുന്നൊരു കറൻസിയാണ് ബിറ്റ് കോയിൻ. എല്ലാവർക്കും അറിയാം ബിറ്റ് കോയിൻ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിറ്റ് കോയിന് ഗൂഗിൾ അടിച്ച് നമുക്ക് മനസ്സിലാവും. ഒരു ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ 50 ലക്ഷമാണ് ഒരു ബിറ്റ് കോയിൻ. 2019 കാലഘട്ടത്തിലാണ് ബിറ്റ് കോയിൻ വന്നത്. സതോഷി നാക്കമോട്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അത് വ്യക്തിയാണ് അത് റിവീൽ ചെയ്തിട്ടില്ല, ഒരു എൻറ്റിറ്റി എന്ന് പറയാം. അവരാണ് ഒരു പാർട്ട് ഓഫ് ആൾക്കാരോ ഒന്നും പറയാൻ പറ്റില്ല, ആരാന്ന് നമുക്ക് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അദ്ദേഹമാണ്, നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, ആ ഒരു ടീമാണ് എന്ത് ചെയ്തുള്ളത്, ബിറ്റ് കോയിൻ 2019 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അവിടെ കുറേ കാര്യങ്ങളുണ്ട്, മൈനിങ് മറ്റ് കുറേ കാര്യങ്ങളുണ്ട്. അത് പറയുമ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടും. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. അന്നത്തെ ആ കാലത്ത് ക്രിപ്റ്റോ കൊടുന്നു. ഇപ്പോൾ ഒരു സമയത്ത് ഇതിന് ഡിമാൻഡ് മറ്റ് കാര്യങ്ങളൊക്കെ കൂടി, ബിറ്റ് കോയിൻ്റെ വില കൂടി, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വില കൂടിയിട്ടുണ്ട്. അതിന് ശേഷം ഒരു 2015-13 ശേഷം പിന്നെ അതിന് ശേഷം കുറേ കോയിൻസുകൾ വന്നു. ഇതീരിയം, BNB അങ്ങനത്തെ പല കോയിനുകളും അതിന് ശേഷം വന്നു. അതിനും ഇതേ വിലയൊക്കെ തന്നെയാണ്. ഓൾമോസ്റ്റ് 2 lakhs 5 ലക്ഷം 2 ലക്ഷമൊക്കെയാണ് ആ ഒരു റേറ്റ് വരിക. ഒരു ഇതീരിയത്തിനൊക്കെ അത്രയും റേറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്രിപ്റ്റോ കറൻസിൻ്റെ ഇതിൽ അണ്ടറിൽ അത്യാവശ്യം കുറേ കോയിൻസുകളുണ്ട്. ഇപ്പോൾ ഞാനൊരു കോയിൻ ഇറക്കി, ഒരു കോയിന് ഞാൻ ഇറക്കി ഡിജിറ്റലായിട്ട്, അതിന് വാല്യൂ വന്നില്ല, ആരും അത് വാങ്ങിക്കണില്ല. അപ്പോൾ എന്ത് ചെയ്യും, അത് ഡീലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ പലർക്കും കോയിൻ ഇറക്കാം, ചിലപ്പോൾ അതിനൊക്കെ നല്ല വാല്യൂ മൂല്യമൊക്കെ കയറും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഇറക്കുന്നൊരു കോയിൻസാണ്, അതിന് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോർ എടുത്തിട്ട് കോയിൻ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം, നിങ്ങൾക്ക് കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ നിങ്ങൾക്ക് കിട്ടും, ഇവിടെ കോയിൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ കോയിൻസിൽ കുറേ കോയിൻസുകൾ കണ്ടാൽ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഓരോരോ കോയിൻസാണ് കണ്ടോ. OPO, ആറ്റം, അതുപോലെ തന്നെ കുറേ ഉണ്ട്. ഇതൊക്കെ എന്താ ക്രിപ്റ്റോ കറൻസിൻ്റെ അണ്ടറിൽ വരുന്ന കോയിൻസുകളാണ് ഇതൊക്കെ. ഓക്കെ, അതിൽ ഫസ്റ്റ് എടുക്കുന്ന സാധനമാണ് BTC, പിന്നെ ഇതീരിയം, പിന്നെ USDT. ഇതൊക്കെ ഓരോ ലിസ്റ്റായി വരുന്ന സാധനങ്ങളാണ്, മനസ്സിലായോ? അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ഡോജി കോയിന് കുറേ കോയിൻസുകളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആ കാര്യങ്ങളും കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി നമ്മൾ മെയിനായിട്ട് ഇനി അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്, അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ്. ഈ ഒരു രണ്ട് കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്ന് മാക്സിമം നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ നോക്കുക. ഈ രണ്ട് കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്, അതുപോലെ തന്നെ എന്താണ് ടെക്നിക്കൽ അനാലിസിസ്. ഓക്കെ, അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ്, അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ്. ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ട്രേഡിങ്ങിന് കുറച്ച് കാര്യങ്ങളൊക്കെ മറ്റിതിലൊക്കെ കണ്ടിട്ട് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇത് സ്കിപ്പ് ചെയ്യാം, അവരൊന്നും കേൾക്കണമെന്നില്ല, അവർക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ കംപ്ലീറ്റ്ലി ബിഗിനേഴ്സിനാണ്. നമുക്ക് ഒരു ധാരണ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ട്രേഡിങ് കേട്ടിട്ടുണ്ട്, പഠിക്കണം താല്പര്യമുണ്ട്, അങ്ങനത്തെവർക്കും വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണതാണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അനാലിസിസൊക്കെ വരും. ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ്, അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് നമുക്കിപ്പോൾ ഇവിടെ പറയാം. ഓക്കെ, സോ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കമ്പനി ആയിക്കോട്ടെ, ഒരു കമ്പനിയുടെ ഇപ്പോൾ ഞാൻ ഇന്ത്യൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഒരു ഷെയർ, ഒരു ടാറ്റ എന്ന് പറയുന്ന ഒരു ഷെയർ, അല്ലെങ്കിൽ അദാനി, ഏതായിക്കോട്ടെ, നമ്മൾ ആ സ്റ്റോക്ക് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഒരു 2 വർഷത്തേക്ക്. ഞാൻ എന്ത് ചെയ്യും, ഫ്യൂച്ചറിന് വേണ്ടി മാറ്റി, അത് ഫ്യൂച്ചറല്ല, കുറച്ച് ഒരു വർഷം ആക്കുന്നില്ല, ഞാൻ 2 മാസം അല്ലെങ്കിൽ ഒരാഴ്ച അത്രയ്ക്കും മതി, ഞാൻ വല്ലാണ്ട് ലെങ്ത് ആക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു അവരെ കമ്പനീനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ വാങ്ങിച്ചു. ആ ആർട്ടിക്കിൾ വാങ്ങിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആ കമ്പനി ഇനിയും നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതായത് നമ്മൾ ആ ഒരു കമ്പനിയുടെ കമ്പനി അനാലിസിസ് നോക്കും. അതായത് കുറച്ച് മുന്നത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മൾ എടുത്ത് പരിശോധിക്കും. ആ ആർട്ടിക്കിളൊക്കെ നോക്കുമല്ലോ നമ്മളൊരു കമ്പനിയുടെ. നിങ്ങൾ ചില പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അങ്ങനെ കുറച്ച് പടങ്ങളിലൊക്കെ ഉണ്ടാവും, അങ്ങനെ ഇതിനെക്കുറിച്ചിട്ട് അനാലിസിസ് ചെയ്യും. ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പനീനെ പറ്റിയിട്ട് അന്വേഷിക്കും. ആ ഒരു കമ്പനി എന്തൊക്കെ പ്രൊജക്ട്സ് ഫ്യൂച്ചറിൽ കൊണ്ടുവരുന്നുണ്ട്, അതിൻ്റെ പ്രോഫിറ്റ് എത്ര റിട്ടേൺസ് കിട്ടാം എന്നുള്ള പല അനാലിസിസ് നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ നോക്കും. ഒരു കമ്പനിയുടെ അനാലിസിസ്, അതായത് കമ്പനിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഈവൻറ്റ്സ്, അതുപോലത്തെ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ ആ ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് അനാലിസിസ്, മൊത്തം ആ ന്യൂസ്, അതുപോലെ തന്നെ കമ്പനിയുടെ ഔട്ട്ലുക്ക്, ആ മറ്റ് കാര്യങ്ങളൊക്കെ ഈ അനാലിസിസ് ചെയ്യുന്നതിനാണ് ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയാം. ഓക്കെ, എക്കണോമിക് കണ്ടീഷൻ, അവരെ മെയിനായിട്ടുള്ള ഇപ്പോൾ അവരുടെ കണ്ടീഷൻ, എക്കണോമിക് കണ്ടീഷൻ, മറ്റ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളൊരു കാര്യം നോക്കുകയാണ്. നമ്മളൊരു കമ്പനി മൊത്തത്തിൽ പാളിസായി കിടക്കുകയാണ്, ഒരു തരത്തിലും ഇതില്ല. അതിൽ കൊണ്ടിട്ട് നമ്മൾ ലക്ഷങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, ഫ്യൂച്ചർ കുറച്ച് റിട്ടേൺസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കമ്പനിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും? ഇല്ല. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ആ ഒരു കമ്പനി
റിട്ടേൺസ് തരാൻ ചാൻസ് ഇല്ല, അത് ഓൾമോസ്റ്റ് ഇതായിരിക്കുകയാണെന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, അതിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ ചില ആൾക്കാർ നമ്മൾ ഇത് കഴിഞ്ഞിപ്പോൾ ഇത്ര റിട്ടേൺസ്, കുറേ ഇവൻറ്റുകൾ വരുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ഇവർ കൊണ്ടുവരുന്നുണ്ട്, കുറേ സാധനങ്ങൾ ഇവർ ഫ്യൂച്ചറിലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധനത്തിൻ്റെ വില എല്ലാവരും അവരെ ഷെയർ വാല്യൂ ഒക്കെ കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. അത് ആ ഒരു ടോട്ടൽ ലുക്ക് നമ്മൾ ആ ഒരു പറ്റിയിട്ട് അവർ ആ കമ്പനീനെ പറ്റി പഠിക്കുക. ഓക്കെ, അതിനെ പറ്റിയിട്ട് പഠിക്കുക, നോട്ട് എഴുതുക, അതിനെക്കുറിച്ച് പഠിച്ച് ക്ലിയർ ചെയ്തതിനു ശേഷം അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ആ ഒരു മെത്തേഡിനാണ് ഇപ്പോൾ നമ്മൾ അദാനി എന്ന് പറയുന്ന ആ ഒരു ഷെയർ, അവർ ആ ഒരു ലെവലൊക്കെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നല്ല രീതിയിലുള്ള കാര്യങ്ങളും ഈവൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഡിസീസൊക്കെ വരും. അതായത് നമ്മളിപ്പോൾ കോവിഡ് ടൈം, നമ്മൾ കൊറോണ വരുന്ന സമയത്തൊക്കെ ഈ ഒരു മാർക്കറ്റിന് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. എന്തെങ്കിലും യുദ്ധങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലും യുദ്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. ക്രിപ്റ്റോ ആയാലും സ്റ്റോക്ക് ആയാലും ഫോറക്സ് ആയാലും എല്ലാ 3 മാർക്കറ്റിലും എന്ത് ചെയ്യും, എഫക്റ്റ് വരും. എല്ലാത്തിനും വില കൂടും. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാവുന്ന ന്യൂസോ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ എന്ത് ചെയ്യും, മാർക്കറ്റിന് എഫക്റ്റ് വരും. പെട്ടെന്ന് ഉണ്ടാകുന്ന കാര്യങ്ങൾ, പെട്ടെന്ന് എന്തെങ്കിലും വേൾഡ് വൈഡ് വരുന്ന, അത് നമ്മൾ ക്രിപ്റ്റോ ആണല്ലോ, ക്രിപ്റ്റോയിൽ വരുന്ന വേൾഡ് വൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും എഫക്റ്റുകൾ വരികയാണെങ്കിൽ നമ്മളൊക്കെ ഇതിൽ ബാധിക്കും. ചിലപ്പോൾ ബിറ്റ് കോയിനൊക്കെ എന്തെങ്കിലും എഫക്റ്റ് വരുന്ന സമയത്ത് അതൊക്കെ എല്ലാ കോയിൻസിനും അതിന് എഫക്റ്റ് വരും. അതാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്, അത് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത്, ബിറ്റ് കോയിന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും വില ഇടിയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലുള്ള എല്ലാ കോയിൻസും അതൊക്കെ വില കുറയും. അങ്ങനെയാണ് ബിറ്റ് കോയിൻ്റെ ഒരു ഇതനുസരിച്ചിട്ടാണ് മറ്റേ കോയിൻസൊക്കെ എന്ത് ചെയ്യുന്നത്, മൊമെൻറ്റ് പോകുന്നത്. ഒപ്പമല്ല, എന്നാലും ഡിഫറൻസ് ഉണ്ടാവും. ചിലപ്പോൾ ബിറ്റ് കോയിൻ നല്ല രീതിയിൽ താവുന്ന സമയത്ത് മിക്ക കോയിൻസും വില താന്നു വരും. അത് അങ്ങനെയാണ്. നമ്മളുടെ ഡീവിയേഷൻ മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഓക്കെ, മെയിനായിട്ടുള്ള ടെക്നിക്കൽ ക്ലാസ്സിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, സോ എന്താ പറയുക, ഫണ്ടമെൻ്റൽ അനാലിസിസ് മനസ്സിലായല്ലോ. അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു ബിറ്റ് കോയിൻ വാങ്ങിക്കണം. ബിറ്റ് കോയിൻ ഏത് കോയിൻ ആയിക്കോട്ടെ, ഒരു എക്സാമ്പിൾ എപ്പോഴും ബിറ്റ് കോയിൻ അല്ല ഞാൻ പറയുന്നത്, നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഇതീരിയം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ വാങ്ങിക്കണം. നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു 1 വീക്കോ അല്ലെങ്കിൽ 2 വീക്ക് ഹോൾഡ് ചെയ്യാൻ നിൽക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ന്യൂസും കാര്യങ്ങളും കിട്ടാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ കോയിൻ ക്യാപ്പിൽ എന്ന് പറയുന്ന സംഭവം കിട്ടും. ഇതിൽ ഇതീരിയം എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ന്യൂസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഈ ന്യൂസ് ക്ലിക്ക് ചെയ്യുക. ഈ ന്യൂസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇതിന് പറ്റിയിട്ടുണ്ടാകും. നമുക്ക് ആർട്ടിക്കിൾസ് ഉണ്ട്, ഇതൊക്കെ വാങ്ങിക്കുക. ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാം, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ അനാലിസിസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അനാലിസിസ് ചെയ്യുന്നതിനാണ് ഫണ്ടമെൻ്റൽ എന്ന് പറയാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് ന്യൂസ് ഇഷ്ടംമാതിരി ഉണ്ടാവും. ഓരോ ദിവസവും ഓരോരോ അപ്ഡേറ്റ് ഉണ്ടാവും. കമ്മ്യൂണിറ്റി ഉണ്ടാവും ഇതിനകത്ത്, ഓരോരുത്തരെ ആൾക്കാർ കമ്മ്യൂണിറ്റി മറ്റു കാര്യങ്ങളുണ്ടാവും. ഇതിൽ ഓരോരോ കമ്മ്യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അനാലിസിസ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇത് മാത്രമല്ല, എല്ലാ കോയിൻസും ഉണ്ട്. നമുക്ക് വേറെ ഇതാക്കാം, ഏതെങ്കിലും ഒന്നെടുത്ത് ഇതെടുക്കാം. ഇതിൽ ന്യൂസസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് വരും. നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അനാലിസിസ് ചെയ്യാം. അതിനാണ് ഫണ്ടമെൻ്റൽ എന്ന് പറയാം. ഓക്കെ, സോ നമ്മളിവിടെ ഫണ്ടമെൻ്റൽ അധികം കൊണ്ട് നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ അധികം നോക്കുന്നില്ല. ഓക്കെ, നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുക, ടെക്നിക്കൽ അനാലിസിസ് ആണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നില്ല. ഫണ്ടമെൻ്റൽ ആകുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ പഠിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റലോട്ട് അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ മെയിനായിട്ട് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസ് ആണ്. നമ്മളിപ്പോൾ ഈ ട്രേഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ, നമ്മൾ വാതിൽ തുറക്കുകയാണ്. നമ്മൾ ട്രേഡിങ്ങിലോട്ട് വാതിൽ തുറക്കാൻ നിൽക്കുകയാണ്. ആ തുറക്കുന്നതിന് ഫസ്റ്റ് വിളിക്കുന്ന പേരാണ് ടെക്നിക്കൽ അനാലിസിസ്. ഈ ടെക്നിക്കൽ അനാലിസിസ് ആണ് നിങ്ങൾ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഫണ്ടമെൻ്റൽ പഠിക്കേണ്ടതെന്നല്ല, നിങ്ങൾക്ക് ന്യൂസസ് നോക്കാം, അത് വെച്ച് റിസർച്ച് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഒരു നിങ്ങൾ ട്രേഡ് പ്ലേസ് ചെയ്യാൻ പോവാണ്, ഒരു സാധനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണ്, അത് വാങ്ങിക്കാൻ പറ്റിയ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ന്യൂസ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെ ബൈ എടുക്കാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധനത്തിനെ പറ്റിയിട്ട് പഠിക്കാം. വരുന്ന എന്തെങ്കിലും ഈവൻറ്റുകളുണ്ടോ, എന്തെങ്കിലും അതിന് എഫക്റ്റ് ഉണ്ടാവുമോ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ എന്ന് പറയാം. ഡീപ്പായിട്ട് പോകുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനായിട്ട് ചെയ്യാം. ഫണ്ടമെൻ്റലിലെ ഡീപ്പായിട്ട് വീഡിയോ, നമുക്ക് ന്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് എന്ത് ചെയ്യാം, ഒറ്റ വീഡിയോ ആയിട്ട് ഇറക്കാം നമുക്ക്. ഓക്കെ, ടൈം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ആണ് മെയിനായിട്ട് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഈ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെക്നിക്കലിൽ നമ്മൾ ഒരു കമ്പനി ഏതായിക്കോട്ടെ, നമ്മളൊരു ഷെയർ എടുക്കുക. ഒരു ടാറ്റ എന്ന് പറയുന്ന ഷെയറിന് ഒരു ഗ്രാഫ് ഉണ്ടാവും.
ഗ്രാഫ് എന്ന് എല്ലാവർക്കും അറിയാലോ, ഒരു ചാർട്ട് ഉണ്ടാവും. ആ ചാർട്ട് നമ്മൾ പഠിക്കണം. ആ ഒരു പ്രൈസിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ മെയിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം പ്ലേ സ്റ്റോർ എടുക്കുക, കോയിൻ ക്യാപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. ജസ്റ്റ് എന്ത് ചെയ്യാം, ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് ഇതിലാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പലരും ചോദിക്കുന്നുണ്ട്, ഇതിന് നമ്മൾ ബാങ്ക് അക്കൗണ്ടോ കാര്യങ്ങളൊക്കെ വേണം. ഞാൻ പറയാം, പഠിക്കാനായിട്ട് നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണ്ട, ഒരു ഇമെയിൽ ഐ ഡി മാത്രം മതി. ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാവും, നമുക്ക് പഠിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ തന്നെ എത്ര റിട്ടേൺസ് കിട്ടും, അതൊക്കെ ഒന്ന് വിടുക, മനസ്സിൽ നിന്ന് അത് വിടുക. അതൊക്കെ നമുക്ക് ലാസ്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എന്ത് ചെയ്യുക, അത് അവിടെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്താണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചു വരികയാണ്. അപ്പോൾ അങ്ങോട്ട് നോക്കരുത് നമുക്ക് എത്ര ലാഭം കിട്ടും, നമുക്ക് എത്ര റിട്ടേൺ. മുന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഈ ഒരു വീഡിയോന് അവസാനം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു ആപ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു ആപ്പാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സോ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ആപ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ആ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യം കാണിച്ചു തരാം. ജസ്റ്റ് എന്ത് ചെയ്യാം, അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റർഫേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പറഞ്ഞുതരാം, ഇതുപോലെ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഈ ഒരു മെനു എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈനിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സൈനിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഗൂഗിൾ ഐ ഡി ഏതെങ്കിലും ഒരു ഐ ഡി വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ട് അതിലോട്ട് ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലോട്ട് ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ലോഗിൻ ഇപ്പോൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്. ജസ്റ്റ് എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്യുവൽ എടുത്ത് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ റിലയൻസ് എന്ന് പറയുന്ന ഷെയർ, നിങ്ങൾക്ക് ഷെയറിൻ്റെ കാര്യങ്ങളൊക്കെ ആണ്. ബാങ്കുകൾ, എനിക്ക് ഷെയറുകളുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു ഷെയർ എടുക്കുകയാണ്. ടാറ്റ എന്ന് പറയുന്നൊരു ഷെയർ ഇവിടെ നിന്ന് അടിക്കുകയാണ്. ഞാൻ ടാറ്റ എന്ന് അടിച്ചപ്പോൾ ഇന്ത്യനിൽ വരുന്നുണ്ട്. കുറേ കാര്യങ്ങളുണ്ട്. ടാറ്റ എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് ഏത് എടുക്കാം. ഒക്കെ ടാറ്റ സ്റ്റീൽ. അങ്ങനെ ജസ്റ്റ് ഇതിൽ ലോഗിൻ ചെയ്യേണ്ടി വരും. ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിലോട്ട് പോവുകയാണ്. ഇതാണ് എൻ്റെ മെയിൻ അക്കൗണ്ട്. സോ ഞാൻ ഇതിലോട്ട് വരികയാണ്. ഞാൻ പ്ലസ് ഐക്കൺ കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ടാറ്റ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാട്ടോ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കരുതുക. ഓക്കെ, ടാറ്റ സ്റ്റീൽ ഇതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിട്ടാണ് വരാം. ഇത് എല്ലാവർക്കും അറിയാലോ, ഇതിനാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, ഇത് ആ ഒരു ടാറ്റ സ്റ്റീലിൻ്റെ വില എന്ന് പറയുന്നത് 154. നിങ്ങൾക്ക് ഇവിടെ കാണാം 154 വില. 154.12 രൂപയാണ് ഇപ്പോഴത്തെ വില. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, അത് മനസ്സിലായാലോ? ഇതിന് വിളിക്കുന്ന പേരാണ് ഗ്രാഫ്. ഓക്കെ, ഇതിലേക്കാണ് മെയിനായിട്ട് നമ്മൾ പോണത്. ഇതിൽ കുറേ കാര്യങ്ങൾ വരയ്ക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ മെയിൻ പരിപാടി. മനസ്സിലായല്ലോ? ട്രേഡിങ്ങിൻ്റെ മെയിൻ കാര്യങ്ങൾ, ടെക്നിക്കൽ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ട്. ഇതനുസരിച്ച് നമ്മളിപ്പോൾ കാണിച്ചതിന് ചാർട്ട് എന്ന് പറയാം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ചാർട്ട്. ഇപ്പോൾ ഏതോ ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ വേറെ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതാ ETH, USDT. ഈ ETH എന്ന് പറഞ്ഞാൽ ഇതീരിയാണ്. നിങ്ങൾക്ക് അറിയാലോ, ഇതീരിയാണ്. ETH ഇതീര്യത്തിൻ്റെ ഷോർട്ട് ഫോമാണ് എന്തുള്ളത്, ETH. സോ അതിൻ്റെ ചാർട്ടാണ് നിങ്ങൾക്ക് കാണാമല്ലോ. അതിൻ്റെ ചാർട്ടാണ്. ഇത്ര $2600 ഇതിൻ്റെ വില വരുന്നത് ഇപ്പോഴത്തെ ഒരു ഇതീര്യത്തിന്. ഞങ്ങൾക്ക് ബിറ്റ് കോയിൻ്റെ കാണിച്ചു കാണിച്ചാൽ ബിറ്റ് കോയിന് BTC, USDT. ഇത് ഈ BTC USDT വരാനുള്ള കാരണമൊക്കെ ഞാൻ വരും വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പേയ്മെൻറ്റ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. BTC എടുക്കുകയാണ്. BTCയിൽ നിങ്ങൾക്ക് ഗ്രാഫ് ഉണ്ടാവും. അത് BTC ആണ്. BTCൻ്റെ ഇപ്പോഴത്തെ വിലയാണ് കാണുന്നത്. $60,000 അടുത്തുണ്ട്. ഇപ്പോൾ BTCയുടെ വിലയാണ് ഇത് കാണുന്നത്. അതിൻ്റെ ഗ്രാഫും. ഓക്കെ, അതിൻ്റെ ഗ്രാഫുമാണുള്ളത്. പിന്നെ അതിനകത്തുള്ളത് മൂവിങ് ആവറേജ് ആണ്. പിന്നെ ഇൻഡിക്കേറ്ററാണ്. ഈ മൂവിങ് ആവറേജ് ഇൻഡിക്കേറ്ററൊക്കെ നമ്മൾ വരും വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതൊക്കെ നമ്മുടെ ട്രേഡിങ്ങിൽ വരുന്നതാണ്. അതിനൊരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് ഈ ഒരു സമയത്ത് ന്യൂസോ കാര്യങ്ങളോ നമുക്ക് വെറും ചാർട്ടും കാര്യങ്ങളും നോക്കാം. ഞങ്ങൾക്ക് അതെല്ലാം ന്യൂസ് നോക്കാം. അതൊരു അഡ്വാൻറ്റേജാണ്. ഓക്കെ, അത് നോക്കാം. രണ്ട് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ത് ചെയ്യാം, ടെക്നിക്കൽ അനാലിസിസ് ആണ്. കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അത് മനസ്സിലാക്കി വെക്കുക. ടെക്നിക്കൽ അനാലിസിസ് എന്താണ്, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്രിപ്റ്റോയും ബ്ലോക്ക് ചെയിനും മറ്റു കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ ഡീപ്പായിട്ട് വരും വീഡിയോയിൽ എന്ത് ചെയ്യുക
നമ്മൾ ഇപ്പോൾ ട്രേഡിങ്ങിൻ്റെ ഒരു സ്റ്റേജിലോട്ട് കിടക്കുകയാണ്. സോ എല്ലാ കാര്യങ്ങളും തിയറീസ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇതുവരെ വന്നുള്ള തിയറി കഴിഞ്ഞു. ഇനി നമ്മൾ ഡോറ് തുറന്നു, ടെക്നിക്കൽ അനാലിസിസ് പഠിച്ചു, അതുപോലെ ഫണ്ടമെൻ്റൽ അനാലിസിസും പഠിച്ചു. ഇനി നമ്മൾ മെയിനായിട്ട് ചാർട്ട് അനാലിസിസ് ആണ് ഇനി അങ്ങോട്ട് ട്രേഡിങ്ങിൻ്റെ മെയിനായിട്ട് പാർട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി വരുന്ന കാര്യങ്ങൾ കുറച്ച് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഡീപ്പായിട്ട് ക്രിപ്റ്റോ കറൻസി എന്താണ്, ബ്ലോക്ക് ചെയിൻ എന്താണെന്നൊക്കെ നമ്മൾ വരും വീഡിയോയിൽ നമ്മൾ പറയാം. ഓക്കെ, പിന്നെ ഒന്ന് രണ്ട് അഡ്വൈസ് ആയിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും ട്രേഡിങ്ങിനെ എന്താ പറയുക, ഒരു ഗാംബ്ലിംഗ് ആയിട്ട് കാണരുത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സാണ്. ബിസിനസ്സായിട്ട് നോക്കുക. ബിസിനസ്സിൽ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. ഓക്കെ, ആ രണ്ടും നമ്മൾ നോക്കുക. പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ചില ആൾക്കാർ ബിഗിനിങ് നമുക്ക് എല്ലാ ട്രേഡിങ്ങിനായിട്ട് ഒരു ധാരണ ഇല്ലാത്തൊരു വരുന്ന ചോദ്യമാണിത്. നമ്മളിതിൽ എത്ര റുപ്യ ഇട്ട് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുക, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ട്രേഡിങ്ങിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മൾ ഒരു 10,000 ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 2,000, 3,000, 4,000 ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് 2 ഇരട്ടി ആക്കാൻ വെച്ചിട്ട് മാർക്കറ്റിലോട്ട് വരരുത്. അങ്ങനെ ഒരിക്കലും വരരുത്. അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, ട്രേഡിങ്ങിൽ നിൽക്കരുത്. നമുക്ക് ക്ഷമയുള്ള ആൾക്കാർ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിന് ആവശ്യമുള്ളൂ. മാർക്കറ്റിന് പേഷ്യൻസി എന്ന് പറഞ്ഞ സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെന്താ, മെയിനായിട്ട് ട്രേഡിങ്ങിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പേഷ്യൻസ് പറഞ്ഞ സംഭവം വേണം. അല്ലാണ്ട് നമുക്കിപ്പോൾ ഇതിനകത്ത് എനിക്കറിയാം എത്ര രൂപ വേണമെങ്കിലും ട്രേഡിങ്ങിൽ ഉണ്ടാക്കാം. അതിന് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, എനിക്ക് എത്ര രൂപ വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റഡി ചെയ്യുക. നമ്മൾ പഠിക്കാണ്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ തല വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, ഷുവറാണ് നിങ്ങൾ ക്യാഷ് കൊണ്ടുപോയി കളയും. ഇത് ജസ്റ്റ് നിങ്ങളൊരു ക്ലാസ് കേട്ടിട്ട് നാളെ പോയിട്ട് പൈസ ഇട്ടിട്ട് ട്രേഡ് ചെയ്ത് ലോസ് വരും. ഓക്കെ, നമ്മൾ കുറേ വീഡിയോസ് ഇടും. ആ വീഡിയോസൊക്കെ പഠിച്ച് ഒരു ലെവലായതിനു ശേഷം എന്ത് ചെയ്യുക, നമ്മൾ പിന്നെ എങ്ങനെയാണ് ഇതിൽ ക്യാഷ് ഇടേണ്ട കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു തരും. ഇപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ഈ ചാർട്ട് ഉണ്ടല്ലോ, ചാർട്ടിന് കുറേ കാര്യങ്ങളുണ്ട്, അന്ന് പഠിക്കുക. ചാർട്ടിന് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരയ്ക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളെന്ത് ചെയ്യുക, ക്യാഷ് ഇടേണ്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളും റിസ്ക് മാനേജ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, സൈക്കോളജി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ട്രേഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യും, വരും വീഡിയോയിൽ എന്ത് ചെയ്യും, നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം നമ്മൾ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ മറ്റു കാര്യങ്ങൾ മൊത്തം. അതുപോലെ തന്നെ വരും വീഡിയോയിൽ എന്ത് ചെയ്യാം, ഇനി അങ്ങോട്ട് മെയിനായിട്ടുള്ള പാർട്ടാണ് നമ്മൾ മെയിനായിട്ട് ട്രേഡിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യണം, അടുത്ത വീഡിയോ നമ്മൾ ഇടാൻ പോകുന്നത്. അതായത് ഇതുവരെയുള്ള തിയറി മാത്രമാണ്. ഇനി അടുത്ത വീഡിയോ എന്ത് ചെയ്യണം, ട്രേഡിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് തുടങ്ങുകയാണ്. മെയിനായിട്ട് ചാർട്ട് അനാലിസിസ് ആണ് ഇനി അങ്ങോട്ട് മൊത്തം. ഓക്കെ, ട്രേഡിങ്ങിൽ ഫുൾ ചാർട്ട് അനാലിസിസ് ആണ്. ഓക്കെ, പിന്നെ ഫണ്ടമെൻ്റലും ഉണ്ട്, അതൊക്കെ ഇതിൻ്റെ കൂടെ പറയാം. ഞാൻ പിന്നെ ഇനി വെറുപ്പിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഡൗട്ട്സ് അതിലും ചോദിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PM മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.